ചേട്ടാ, ഇന്ന് നമ്മൾ തമിഴ്നാടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാരാഷ്ട്ര, അതിനു മുമ്പ് നമ്മുടെ യു പി ചർച്ച ചെയ്തു. തമിഴ്നാട്ടിലാണ് ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാത്തത്. വേറെ 28 സംസ്ഥാനങ്ങളിൽ ബാക്കി 27 സംസ്ഥാനം എന്തിനു പറയുന്നത്, കേരളത്തിൽ പോലും നമ്മൾ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞ പ്രവചന സിംഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിന്റെ സ്വന്തം പോൾ നീരാളികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോ തമിഴ്നാട്ടിലാണ് 40 സീറ്റില് 40 അവിടെ ഡി എം കെ തൂത്തു വരുന്ന കാഴ്ച 39. നമ്മൾ കണ്ടത്. ആ, 39 സീറ്റില് അവിടെ ഡി എം കെ തൂത്തു വരുന്ന കണ്ടത്. പക്ഷെ അവിടെ അണ്ണാമലയ്ക്ക് യാതൊരുവിധ എഫക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അതായത് അണ്ണാമലൈ എന്ന് പറയുന്ന തമിഴിലെ ആ ഒരു തീപ്പൊരി നേതാവ് ഇത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഒരു സീറ്റ് കിട്ടാത്തത് എന്ന് ചോദിച്ചപ്പോ പുള്ളി ഒരു മറുപടി പറഞ്ഞു. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ആ മറുപടി. ആ മറുപടി പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാല്, അണ്ണേ എന്നോட அப்பா பேரு குப்புசாமி, அவர் பேரு கலைஞர் கிடையாது. കുപ്പുസ്വാമി കലൈഞ്ഞർ മകനായിരുന്നാ ഞാൻ ഇന്നേക്ക് 10 സീറ്റ് ജയിച്ചിരിപ്പേണ്ണ, ഇപ്പടിയാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇടയ്ക്ക് തമിഴ് അറിയത്തില്ല. അപ്പൊ പുള്ളി അത് വളരെ ഗംഭീരമായിട്ടൊരു പറയും, പടിപടിയാ പോവേണ്ണ, പടിപടിയാ പോയി നമ്മൾ ജയിക്കും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അണ്ണാമലയുടെ കാര്യത്തിൽ അണ്ണാമല ആ ഒരു തോൽവിയിൽ അണ്ണാമലയെ വളരെ ക്ലിയർ ആണ്. അണ്ണാമലയ്ക്ക് അവിടെ യാതൊരുവിധ കെയോസും ഇല്ല. അപ്പൊ ബാക്കിയുള്ളവരാണ് അണ്ണാമലയെ തോറ്റു തുന്നം പാടി, അണ്ണാമലയെ ഇപ്പോ ഇതാ നശിച്ചുപോയി എന്നൊക്കെ പറയുന്നത്. എന്തായിരിക്കും തമിഴ്നാടിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? എന്താണ് അവിടുത്തെ വോട്ടും ബാക്കിയുള്ള കാര്യങ്ങളും? ധനുഷ, അത് നമ്മുടെ ഈ ഹീറോ സങ്കല്പത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഉം, അതായത് ഉം, ജയിക്കുമ്പോൾ മാത്രം ഹീറോയും ആ ഹീറോയ്ക്ക് ഉം, അല്പം കാലിടറി കഴിഞ്ഞാൽ സീറോയും ആകുന്ന ഒരു മനോനില നമുക്കുണ്ട്. പക്ഷെ ഉം, ഞാൻ ഉം, ഉം. പറയുന്നത് ഈ നരേന്ദ്രമോദി ഇപ്പോഴും ഹീറോ തന്നെയാണ്. അത് ശരി. കാരണം ഉം, അദ്ദേഹം ഒറ്റയ്ക്ക് നേടിയ ഒരു വോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സീറ്റ് തന്നെയാണ് ഈ ഇപ്പൊ കിട്ടിയ അവർക്ക് 240. കാരണം ഒരുപാട് ഉം, പ്രതിസന്ധികൾ യു പിയിലും മഹാരാഷ്ട്രയിലും അടക്കമുണ്ടായിട്ടും കാലിടറി ഉം, താഴെ പോയില്ല. ഏതാണ്ട് 2001 മുൻപ് തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ 240 ഉം. നേടി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയില്ല. കോൺഗ്രസിന് പോലും നേടാൻ പറ്റിയിട്ടില്ല ഈ 1998 ശേഷം. അതെ, അപ്പോഴും അതെ. മോദി തന്നെയല്ലേ, കാരണം ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും അയാൾ, അപ്പൊ അയാൾ ഹീറോ തന്നെയാണ്. അപ്പൊ അല്പം പരാജയങ്ങളില്ലെങ്കിൽ പിന്നൊക്കെ പോകുമ്പോഴത്തേനും അയാൾ പോയി തകർന്നു എന്ന് പറയും. ഇതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച, ഇപ്പോഴും ഞാൻ പറയുന്നു മികച്ച അധ്യക്ഷൻ എന്ന് പറയുന്നത് അണ്ണാമല തന്നെയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, കൃത്യമായ കണക്ക് ഉം, ഞാൻ പറഞ്ഞു തരാം. ഉം, അണ്ണാമല തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ലീഡർ എന്ന് പറയുന്നത്. അണ്ണാമല തന്നെയാണ്. അണ്ണാമല പറഞ്ഞിടത്ത് ഉം, തന്നെ നിന്നു. ധനുഷിന് അറിയാവോ, ഈ ഉം. അണ്ണാമല ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം അതെ. വന്നിട്ട് അമിത്ഷായുടെ മോദിയുടെ മുമ്പിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ ദ്രാവിഡ പാർട്ടികളുടെ നിഴലായി നിന്നാൽ എന്നും അങ്ങനെ നിൽക്കാനേ കഴിയും, ഒറ്റക്കാലം നിൽക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കരുത്ത് തെളിയിക്കണം എന്ന് പറഞ്ഞു. അമിത്ഷായും ഉം, മോദിയും പോലും, ഈ ചാണക്യനാണ് അമിത്ഷാ എങ്കിൽ പോലും അദ്ദേഹത്തിന് ദഹിക്കുന്ന ഒരു സാധനം ആയിരുന്നില്ല അത്. കാരണം ADMK വിട്ടിട്ട് എങ്ങനെ BJP നിൽക്കുന്ന ഒരു ചോദ്യം വന്നപ്പോഴാണ് അണ്ണാമല പറഞ്ഞത്, നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ നടക്കുമെന്ന്. അയാൾ വെറുതെ ഉം, ഇരിക്കുന്ന ഒരു നേതാവല്ല, അയാൾ ഒരു വലിയ യാത്ര നടത്തി, ഭയങ്കരമായിട്ട് പരിഹാസം ഏറ്റുവാങ്ങിയ ഒരു യാത്രയായിരുന്നു. എൻ മക്കൾ, ഉം. എന്താണ്, എൻ എൻ മണ്ണ് മണ്ണ് എൻ എൻ മക്കൾ മക്കൾ. എന്ന് പറഞ്ഞിട്ട്, എൻ മക്കൾ എന്ന് പറഞ്ഞൊരു യാത്ര നടത്തി. ഒരുപാട് പേര് അതിനെ കളിയാക്കി ട്രോളി കൊല്ലുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ യാത്രയുടെ വലിയ എഫക്ട് ഇന്നത്തെ റിസൾട്ടിലുണ്ട്. ഉം. BJPയുടെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് അറിയാതെ വെറുതെ, അതായത് ശരിക്കും പറഞ്ഞ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ആൾക്കാരും എലിയും മലയും ഉം. തമ്മിൽ തിരിച്ചറിയാൻ മേലാത്ത കുറെ ആൾക്കാരുമാണ് വെറുതെ ചുമ്മാതിരുന്ന് വിമർശനം. അണ്ണാമല സീറ്റ് ഒന്നും ഇടില്ല, അയാളെ കൊണ്ടൊരു കാര്യം, വെറുതെ വളുപ്പ് പറയുന്നു എന്ന് പറയും. ആ. ഇവരൊക്കെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം, മിനിമം എന്താണ് നമ്മൾ അവിടെ സംഭവിച്ചതെങ്കിൽ നമ്മൾ തിരക്കണം. ഞാൻ അയാളെ ഉം. റിയൽ ഹീറോ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഉം. തമിഴ്നാട്ടിലെ 2019 BJPയുടെ വോട്ട് ഷെയർ എത്രയാണെന്ന് അറിയാമോ ധനുഷിന്? ഉം. 3.67%. വെറും മൂന്ന് അത് പോയിന്റ് ശരി. ആറ് ഏഴ് അതെ, അതെ, ശതമാനമാണ് അതെ. വലിയ സിംഗങ്ങൾ മത്സരിച്ചപ്പോ അവിടെ ഉണ്ടായ നാഗാജി സീറ്റിൽ അവർ മത്സരിച്ചു ഉം. തന്നു. ADMKയുടെ ഉം. ഒരു സപ്പോർട്ടിൽ കൂടാണ് അവർ ഇത്. എന്നിട്ട് ഉം. എന്തായി? 3.67. ഇന്നത്തെ തമിഴ്നാട്ടിൽ വോട്ടിംഗ് പെർസെന്റേജ്, അതായത് 2024 4 ദിവസം മുമ്പ് ഫലം പ്രഖ്യാപിച്ച വോട്ടിന്റെ ഷെയർ എന്ന് പറയുന്നത് 11. 18.27. ഉം. 18. BJPയുടെ മാത്രം വോട്ട് ഷെയർ 11ഉം, NDAയുടെ 18. ഉം. 18. 18.27 NDAയുടെ. ഉം. നമ്മുടെ കേരളത്തിലെ ഉം. വോട്ട് ഷെയർ പറയുമ്പോൾ BJPയുടെ വോട്ട് ഷെയർ അല്ലല്ലോ പറയുന്നത്, NDAയോട് അതെ, ചേർത്ത് അതെ, വെച്ചിട്ടാണ് അതെ, നമ്മൾ അതെ, BJP വോട്ട് ഷെയർ പറയുന്നത്. അതെ, അതെ. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ 12.27. തമിഴ്നാട്ടിലെ അണ്ണാമലയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? 2 ഡിജിറ്റ് ആക്കും വോട്ടിന്റെ ഷെയറിൽ, വോട്ട് പെർസെന്റേജ് അല്ലെ? ഉം. ഉം. അപ്പോ ഉം. 3.67 കിടക്കുന്ന ആ വോട്ട് ഷെയർ അയാൾ 12.27 ആക്കി. ഒന്ന്. ഉം. രണ്ടാമത്തെ കാര്യം, 12 ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ സ്ഥാനാർത്ഥികൾ രണ്ടാമതാണ് ഓ. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ. അതായത് ഒരു സഹായമില്ല, ADMKയുടെ സഹായമില്ല, DMKയുടെ സഹായമില്ലാതെ 12 ലോക്സഭാ മണ്ഡലങ്ങൾ. പഞ്ചായത്തിലെ ഉം. വാർഡിലല്ല രണ്ടാമതായത്, ഉം. നിയമസഭയിലല്ല രണ്ടാമതായത്. ഉം. തമിഴ്നാട് കണക്ക് BJPക്ക് ക്ലച്ച് പിടിക്കാൻ പ്രയാസമുള്ള ഒരിടത്ത് 12 ലോക്സഭാ സീറ്റിൽ രണ്ടാം ഉം. സ്ഥാനത്ത് എത്തിച്ച ഇങ്ങേര് തന്നെ അല്ലേ റിയൽ ഹീറോ? അണ്ണാമലയാണ് സത്യം. റിയൽ ഹീറോ, അല്ലാതെ
ഈ കേരളത്തിലെ പോലെ 15 വർഷങ്ങളായിട്ട് 15% ഉണ്ടായിരുന്ന തട്ടിമുട്ടി 20-ന് താഴെ എത്തിച്ചിട്ട് തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് സുരേഷ് ഗോപി വ്യക്തിപ്രഭാതത്തിൽ ജയിച്ചു കഴിയുമ്പോൾ അതാണോ നേട്ടം? അതോ വേറെ 3.67% കിടന്നിട്ട് ആ മനുഷ്യൻ, അതായത് രാഷ്ട്രീയത്തിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ചെറുപ്പക്കാരൻ രാപകൽ ഓടി നടന്ന് വോട്ട് ഷെയർ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് 18.27 ആക്കുകയും 12 ലോക്സഭാ സീറ്റിൽ രണ്ടാമതെത്തുകയും ചെയ്ത അയാളല്ലേ ഹീറോ ശരിക്കും? അതെ അതല്ലേ ഹീറോയിസം എന്ന് പറയുന്നത്? അതെ അതെ അടുത്ത അതെ. നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അണ്ണാമല നേരത്തെ നമ്മൾ നോക്കുന്ന നിയമസഭയായിരുന്നു. ഈ 12 ലോക്സഭാ മണ്ഡലത്തിൽ അവർ രണ്ടാം സ്ഥാനത്ത് എത്തും എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഉം. ഒരു 19 നിയമസഭാ മണ്ഡലങ്ങൾ അതിന്റെ കീഴിൽ വരുന്നുണ്ട്. ഇപ്പൊ അതെ. നിലവിൽ അവർക്ക് 4 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അണ്ണാമല, ഇത് ഞാൻ അവിടുത്തെ ഓരോ ഏരിയ തിരിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ക്ലിയർ ആകും, കുറച്ചുകൂടെ പിക്ചർ ക്ലിയർ ആകും. ഉം. ഞാൻ ആ ഏരിയയുടെ ഉം. പ്രത്യേകതകൾ പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിശദമായിട്ട് തന്നെ നമ്മുടെ ന്യൂസിന്റെ നമ്മുടെ പോയിന്റിലൊക്കെ വിശദമായിട്ട് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഉം. ഞാൻ പറഞ്ഞുതരാം. ഈ ഞാൻ എപ്പോഴും നമ്മുടെ തമ്മിലുള്ള സംസാരത്തിൽ ഈ ABC ന്യൂസിന്റെ ഡിബേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, BJP തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിച്ചത് തെക്കൻ ജില്ലകൾ കൊണ്ടാണ്. എൽമുരുകൻ അവിടെ ഉം. കൊണ്ടുവന്ന കഥയും അമിത്ഷായും മോദിയും ഒക്കെ എൽമുരുകൻ ഈ ദക്ഷിണ ചെന്നൈ തമിഴ്നാട്ടിൽ കൊണ്ടുവരികയും അവിടെ ഒരു ഏകീകരണം ഒട്ടുണ്ടാക്കാൻ ഇത്തവണയും അവർക്ക് ഏറ്റവും ഉം. കൂടുതൽ വോട്ട് പെർസെന്റേജ് കൂടുതലുള്ളത് ഈ ദക്ഷിണ അല്ലെങ്കിൽ തെക്കൻ തമിഴ്നാട്ടിലാണ്. 22.27 വോട്ട് പെർസെന്റേജ് ഉണ്ട്. നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കടന്നു വരാം. ഉം. നമുക്ക് ചെന്നൈ പല ഉം. ഡിവിഷനായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ചെന്നൈ എന്ന് പറയുന്നത് ഉം. പ്രോപ്പർ ചെന്നൈ എന്ന് പറയുന്നിടത്ത് ആകെ 3 ലോക്സഭാ സീറ്റാണ്. ഇത് ചെന്നൈയുടെ ഹൃദയ ഭാഗമാണ്. ആ ഒരു ഇത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് അത് സെൻട്രൽ ചെന്നൈയിലായാലും ഒപ്പം തന്നെ നോർത്ത് ചെന്നൈയിലായാലും ഒക്കെ തന്നെ അവിടെ ഒരു DMK ADMK ഇടയ്ക്ക് കൃത്യമായി തന്നെ വിഭജിക്കപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടുകളാണ്. കൃത്യമായി തന്നെ അവിടെ നിന്നും BJPക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തടത്താണ് ചെന്നൈയിൽ 3 ലോക്സഭാ സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ 20.72% വോട്ട് BJP നേടി. അതുപോലെ നോർത്ത് ഉം. ചെന്നൈയില് 10 സീറ്റുകളുണ്ട്. അവിടെ ഉം. 16.79 നേടി BJP. അതുപോലെ സെൻട്രൽ ചെന്നൈയിൽ 7 സീറ്റ് ഉണ്ട്. അവിടെ മാത്രമാണ് BJPക്ക് അല്പം കുറവ് സംബന്ധിച്ച് 12.48% മാത്രമാണ് അവിടെ കിട്ടിയത്. ഇനി തെക്കൻ തമിഴ്നാട്ടിലേക്ക് വരും 10 സീറ്റ് ഉണ്ട്. അത് 22.27 എത്തി. അത് ടോട്ടൽ 39 ഉം. സീറ്റിൽ അവർ 18.27% വോട്ട് അവർ നേടിയിട്ടുണ്ട്. അവർക്ക് കടന്നു ഉം. ചെല്ലാൻ പോലും കഴിയാതിരുന്നു. വെറും ടോട്ടലി 3.67% വോട്ട് ഉണ്ടായിരുന്ന ഒരു തുക്കട പാർട്ടി, നോട്ട പാർട്ടി എന്നാണ് തമിഴ്നാട് BJP അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നോട്ട പാർട്ടി, അതായത് ഉം. ഉം. നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ട് പോലും കിട്ടാത്തൊരു പാർട്ടി. ആ നോട്ട പാർട്ടിയാണ് ഇന്ന് തമിഴ്നാടിന്റെ നിർണായക ഘടകമാറ്റി അണ്ണാമല മാറ്റി. ഈ 18.27% ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എഴുതി തള്ളാൻ പറ്റുന്നതല്ല. ഇന്നിപ്പോ ശരിയായിരിക്കും, അതെ. ADMK വിട്ടതിന് ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ADMKക്ക് നാളെ BJPയുടെ സഹായമില്ലാതെ നിയമസഭയിൽ കയറാൻ പറ്റുമെന്ന് ധനുഷിന് കരുതുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഒരിക്കലും കയറാൻ പറ്റത്തില്ല. ഈ 18.27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് BJPയുടെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് ADMKക്കാരോട് ചോദിക്കും, ഞങ്ങൾക്ക് മത്സരിക്കാൻ എന്തെങ്കിലും സീറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് അങ്ങനല്ല. അണ്ണാമലയെ വിളിച്ച് കസര ഇട്ട് കൊടുത്തിട്ട് പളനിസ്വാമി ചോദിക്കും എത്ര സീറ്റ് വേണം ഉം. അണ്ണാന്ന് ചോദിക്കും. അതാണ് കാര്യം. അതാ ഇപ്പൊ ക്ലിയർ ആയ സാധനം. ഇനി അതെ അവരുടെ അതെ അതെ. കൂടുതലുള്ള അവരുടെ സഖ്യകക്ഷികളുടെ ബലത്തിലാണ് ഈ വോട്ട് നേടിയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഏത് സഖ്യകക്ഷിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയെന്ന് വെച്ചാൽ രണ്ടേ പേരേ ഉള്ളൂ. നമ്മുടെ TTV ദിനകരൻ, നമ്മുടെ ശശികലയുടെ ഉം. ഇത് ഉം. അവരുടെ ഒരു പാർട്ടി ഉണ്ടല്ലോ, എന്താണ് അമ്മ മക്കൾ മുന്നേറ്റ കഴകം ഒരു പാർട്ടി ഉണ്ട്. അവര് നേടിയ 25.65% അവരുടെ സഖ്യകക്ഷികൾ ഒരാൾ നേടിയ വോട്ട്, ഒരു കൂട്ടർ, ഒരു ഉം. പാർട്ടിയാണ്. പിന്നെ അവർക്ക് ഈ പട്ടാണി മക്കൾ കക്ഷിയുടെ ഒരു അൻപുമണി രാമദാസിന്റെ ഭാര്യ സൗമ്യ അൻപുമണിയുണ്ട്. അവർ 30% വോട്ട് ഉം. നേടി. ഇതാണ് ഈ ഉം. സഖ്യകക്ഷികളുടെ കോൺട്രിബ്യൂഷൻ. ഈ സഖ്യകക്ഷികളൊന്നും സ്വതത്തിൽ ഈ BJPയെ സഹായിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ BJPയുടെ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. അത് അവർക്ക് മാത്രം കിട്ടിയ ഒരു ശതമാനമാണ്. ഇനി അണ്ണാമല ട്രോൾ ഉം. എന്നവരുണ്ട്. കോയമ്പത്തൂർ അങ്ങേര് എന്ത് ചെയ്തു? തോറ്റു തുന്നമ്പടി 30% ഉം. വോട്ടാണ് അങ്ങേര് ഒറ്റയ്ക്ക് പിടിച്ചത്. മുൻപ് CP ഉം. രാധാകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് BJPയുടെ MP ആയിട്ട് കോയമ്പത്തൂരിൽ നിന്ന്. ഉം. അത് ഉം. ഒരിക്കൽ ADMKയുടെ അലയൻസിലായിരുന്നു അവര്. ADMKയുടെ സഹായത്തിൽ ജയിച്ചത്. ഉം. രണ്ടാമതാണ് DMKയുടെ സഹായത്തിൽ ജയിച്ചത്. ഇത് ഈ ഉം. ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് 30% വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞ ചെറിയ കളിയാണോ? അയാളെല്ലാം റിയൽ അതെ ഹീറോ അതെ അയാളാണ്. ഒന്നുമല്ലാത്തത് അതെ അതെ. BJP വളരില്ല എന്ന് പറഞ്ഞെടുത്ത് 2 ഡിജിറ്റ് ആക്കുമെന്ന് പറഞ്ഞു. അന്ന് കളിയാക്കിക്കൊണ്ട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അണ്ണാമലയോട്, 10 ഉദ്ദേശിച്ചത്? 10 2 ഡിജിറ്റ് ആകുമല്ലോ, 10. പക്ഷെ അതെ അതെ. അന്ന് അണ്ണാമല പറഞ്ഞു 10 എന്റെ സ്വപ്നം 20 കടത്തുക എന്നുള്ളതാണ്. പക്ഷെ എന്തോ ഉം. 20 കടന്നില്ല എങ്കിൽ പോലും 20യുടെ തൊട്ടടുത്തെത്തി. 18.27 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 18. 1.5% കുറവ് മാത്രമേ ഉള്ളൂ 20ക്ക്. അതാണ് ഉം. അതിനകത്ത് ഒരു വലിയ ഇത് ഒരു വലുത്. അതായത് അണ്ണാമലയാണ് ഇത്തവണ ഈ ദക്ഷിണേന്ത്യയിൽ പെർഫോം ചെയ്തതിൽ ഏറ്റവും മികച്ച സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ്. വലിയ രീതിയിൽ കാരണം നാളിത് ട്രോളിന് ഒരാൾക്ക് ഇത് അണ്ണാമല ഇപ്പോഴും ഇരയാവുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എലിയും മലയും തിരിച്ചറിയാൻ മേലാത്തവരും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരും ഈ പൊളിറ്റിക്സിന്റെ ഒരു ബേസെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് വന്നിട്ട് വിമർശിക്കുന്നതുകൊണ്ട് തെറ്റില്ല. നമുക്ക് ഒരാളെ വിമർശിക്കാം, ഉം. യാതൊരു തെറ്റും. മോഡിയെ നമുക്ക് വിമർശിക്കാം, മോദി പരാജയത്തിനാണെന്നോ സീറോ ആയി പോയെന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ ഒരു ബേസ് വേണ്ടേ?
നമുക്കിപ്പോ ഉം, പറയണമെങ്കിൽ ഇപ്പൊ ഉം, മോദി തകർന്നു എന്നാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് പറയുന്നത്. മോദി എവിടെയാണ് ഉം. തകർന്നത്? മോദി അങ്ങ് തകർന്നിട്ടില്ല, ഈ കേന്ദ്രഭരണം താഴെ പോകുന്നുമില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു വലിയൊരു നരേറ്റീവ് വന്നിരിക്കുന്നത് ഈ സർക്കാരിന് മുമ്പോട്ട് അധികം പോകാൻ പറ്റില്ല, നിതീഷിനെയും TDP ഒക്കെ തൊഴുതോണ്ട് നിൽക്കണം, ഒരു തൊഴിലുമില്ലെന്നുള്ള കാര്യം ഇന്നലെ അങ്ങേര് വ്യക്തമാക്കി. അങ്ങേര് പറഞ്ഞു അതെ അതെ ഘടകകക്ഷികളുടെ കണ്ടു. ഒന്നും ആവശ്യം മുട്ടുമടക്കാനൊന്നും ഘടകകക്ഷികളുടെ ആവശ്യത്തിന് മുട്ടുമടക്കാനൊന്നും പറ്റില്ല, ഇതൊക്കെയാണ് വകുപ്പുകൾ, ഉം. നമ്മൾ ഒന്നിച്ചെന്നാൽ മുമ്പോട്ട് പോകുന്നു. ഈ 12 സീറ്റുള്ള അതെ. നിതീഷ് കുമാറിനെ കിട്ടിക്കഴിഞ്ഞാൽ നിതീഷ് കുമാർ പറയുന്ന ഡിമാൻഡുകളെല്ലാം, ഈ ചന്ദ്രബാബു നായിഡു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാനാണ്. ഈ ചന്ദ്രബാബു നായിഡു ഇപ്പൊ ഉം, പറഞ്ഞ INDA മുന്നണിയിൽ പോയി അയാള് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനോ പ്രധാനമന്ത്രി എന്തെങ്കിലും ആയാലും അയാളുടെ ഉം. നാട്ടിലേക്ക് ഈ ഫണ്ട് എത്തിക്കാൻ പറ്റൂ. 28 ഘടകകക്ഷികളെ മന്ത്രിമാരാക്കണം. ഇപ്പം ഈ NDAയിൽ ഈ 2 ഘടകകക്ഷികൾ തന്നെ കാണിക്കുന്ന കുത്തരം കാണാം. അവനകത്ത് പോയി കഴിയുമ്പോൾ 10 പേരിട്ട് ഇതുണ്ട്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഈ നിലയും വില നിതീഷ് കുമാറിനും കിട്ടത്തില്ല, TDPക്ക് കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാവോ? അവിടുത്തെ ഉം. ഒരു വമ്പൻ കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇവരെക്കാൾ കൂടുതൽ MP അവർക്കുണ്ട്. അതെ മമതയുടെ കീഴിൽ അതെ അതെ. നിൽക്കണ്ടേ ചന്ദ്രബാബു നായിഡു 16 സീറ്റുള്ളത്? പിന്നെ ഡി എം മമതയ്ക്ക് കെ. നല്ല സ്വഭാവം ആയതുകൊണ്ട് ആ പിന്നെ DMK തൊഴുത് നിൽക്കണ്ടേ ഈ ചന്ദ്രബാബു നായിഡുവും പിന്നെന്താ നിതീഷ് കുമാറൊക്കെ? അതിനേക്കാൾ ഉം, നല്ലത് ഉം. ഇതിനകത്ത് നിന്ന് അല്പസ്വല്പം വിലയായിട്ട് നിൽക്കാം. അത് തന്നെയാണ് അതിന്റെ രഹസ്യം. പോകത്തില്ലെന്ന് പറയാനുള്ള കാരണം അത് തന്നെ. അവിടെ പോയി കഴിഞ്ഞാൽ മമതയുടെ ഒക്കെ മുട കണ്ടുകൊണ്ടൊക്കെ ഈ നിതീഷ് കുമാർ നിൽക്കാൻ പറ്റൂ? അല്ലെങ്കിൽ ഉം, ഉം. സ്റ്റാലിൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം നിതീഷ് കുമാർ എയർപോർട്ട് പോയിട്ട് വരും, ഇല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു പോകേണ്ടി വരും സ്വീകരിക്കാനായിട്ട്. അങ്ങനെ നിൽക്കുമോ ഇവര്? അതിലും ഭേദം ഈ ഉം. BJPയുടെ കൂടെ നിന്ന് മാക്സിമം ഫണ്ടും കാര്യങ്ങളും വാങ്ങിയെടുത്ത് അവരുടെ സംസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ പറ്റൂ, അതേ നടക്കൂ. ഉം, അതുകൊണ്ടല്ലാതെ ഉം. ഇവരെങ്ങും ചാടിപ്പോയില്ല എന്ന് പറയുന്നതും മോദി ഉം. ഇവര് പറയുന്നത് മൈൻഡ് ചെയ്യാത്തതിന്റെ കാര്യം ഇത് തന്നെയാണ്. ഇപ്പൊ ധനുഷിന് കാര്യം ക്ലിയർ ആയോ? അതെ ഇത് അതെ അതെ. താഴെ പോകത്തില്ലെന്ന കാര്യം ഇപ്പൊ ഉറപ്പ് വന്നു. ഇവര് താഴെ പോയി ഉം, എവിടെ പോയി? അതെ. പിന്നെ കോൺഗ്രസിന്റെ താഴെ നിൽക്കും. അതായത് BJP ഇവർക്കാകുമ്പോ ഇവിടെ NDA സഖ്യത്തിൽ ഉം, ഈ പറഞ്ഞ 2 കക്ഷിക്കും BJPയുടെ താഴെ നിന്നാ മതി, ഉം. പോരെ? BJPക്കാർ കാണുകയാണ് അതെ. ചന്ദ്രബാബു നായിഡു കാണാൻ കൈയെങ്കിലും പൊക്കി കാണിക്കും, കാരണം അവർ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉം. പ്രബല കക്ഷിയാണ്. ഉം, ഉം. നിതീഷിനെ കാണാനും കൈപൊക്കി കാണിക്കും, കാരണം മൂന്നാമത്തെ പ്രബല കക്ഷിയാണ്. ഈ രണ്ടവന്മാരും കൂടെ INDA മുന്നണിയിൽ ആ. പോയി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ തൊഴണം, പിന്നെ മമതയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, സ്റ്റാലിനെ കാണുമ്പോൾ തൊഴണം. സ്റ്റാലിനെ ഇത് കാണുമ്പോ കൂടാതെ എഴുന്നേൽപ്പിക്കണം. ഇനി ഇത് കൂടാതെ സീറ്റൊന്നും ഇല്ലെങ്കിലും പിന്നെ ലല്ലുവിന്റെ തേജസ്വി യാദവും ടീമിനും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. അങ്ങനെ അതെ. അനവധി അനവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇവര് പറയുന്ന കണക്കനുസരിച്ചാണ് ഇവരിപ്പോൾ ഇവിടെ പറയുന്നത്, ഉം. നിതീഷ് കുമാർ പറയുന്നത് 3 MP ഒരു മന്ത്രിസ്ഥാനം ക്യാബിനറ്റ് മന്ത്രി വേണമെന്നാണ് പറയുന്നത്. ഈ ഉം, കണക്കും ഉം, കൊണ്ട് ഉം. INDA മുന്നണിയിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? കണ്ടമഴി ഒപ്പിക്കും. മന്ത്രിസഭയെ കൊണ്ട് മന്ത്രിമാരെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. 3 അതെ അതെ. MP ഒരു മന്ത്രിയെ കൊടുക്കാനാണെങ്കിൽ ഈ 10-27 കക്ഷികളിൽ നിന്നും 1ഉം 2ഉം ഒക്കെ ജയിച്ചു വന്നവർക്ക് മന്ത്രിമാരെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഉം. ജനസംഖ്യയേക്കാൾ ഇരട്ടി മന്ത്രിമാർ വേണ്ടി വരും. അപ്പൊ അതെ അതെ. ഇവന്മാരൊന്നും എങ്ങും കനൽ പോയി, തരി അതാണ് ഞാൻ പോലും പറഞ്ഞത്. തലപൊക്കും എന്നുള്ളതാണ്. ഈ 5 പേരുണ്ട് അവര്. 5 പേരുള്ളപ്പോ അവർക്ക് ശരാശരി ആ. 2 ക്യാബിനറ്റ് പദവിക്ക് ഇത് അതെ ചോദിക്കാം. അതെ അതെ. അപ്പം എന്ത് പറ്റും? അതെ അതെ. 1.5 കിട്ടണം. 1.5 കിട്ടണമെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും കിട്ടണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉം. മുഴുവൻ മന്ത്രിമാരായിരിക്കും. അതുകൊണ്ട് ഇവർ ആ ഉം, ബുദ്ധിമോശമൊന്നും ഉം, അവര് ഉം. കാണിക്കത്തില്ല. പിന്നെ ഇവിടെ കിടന്നിട്ട് നമുക്കിപ്പോ ഒരു മോദി വീരമൊക്കെ, മോദിയെ നമുക്ക് ഇഷ്ടമല്ല, ഈ ഇഷ്ടമല്ലാത്ത അച്ചി ഉം. തൊടുന്നില്ല കുറ്റം എന്ന് പറഞ്ഞിട്ട് മോഡിയെ നമുക്ക് ഇഷ്ടമല്ല, അതെ. അതുകൊണ്ട് അയാൾ ചെയ്യുന്ന എല്ലാം പ്രശ്നമാണ്, അയാൾ താഴെ പോവും, അയാൾ തകർന്നു പോകും, ഒരു ചുക്കും ഐക്യം സംഭവിച്ചിട്ടില്ല, ഉം. BJPക്ക് സംഭവിച്ചിട്ടില്ല. പിന്നെ ഉം. സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിലുള്ള ചില ഐക്യമില്ലായ്മ, ഇല്ലെങ്കിൽ അവരുടെ ഒരു എന്താ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം അവർക്കൊരു ഐക്യമില്ലാതെ പോകും, ഇല്ലെങ്കിൽ ഒരു തീരുമാനം ഉം. അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് ചില സംസ്ഥാനങ്ങളിലെങ്കിലും പോയത് അവരുടെ ഉം. ഒരു പരാജയത്തിന് ഉം. കാരണമായി. അതൊക്കെ അവരെന്തായാലും സ്വാഭാവികമായിട്ടും മാറും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? കാരണം അവരെ സംബന്ധിച്ച് ഇനി തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇനി വരാൻ കിടക്കുന്നത്. UP നിയമസഭാ ഉം. തെരഞ്ഞെടുപ്പ് വരുന്നു, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, കേരളത്തിൽ വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരുന്നു. കേരളത്തിലടക്കം അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പൊ അവർക്ക് ഈ വീഴ്ചയിൽ നിന്ന് പാഠം പിടിച്ചവർ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഉം. ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച് അവരെന്തുകൊണ്ടാണ് ഹീറോ ആയത്? അവർ ഒരുപാട് ഹിറ്റ് സിനിമകൾ നമ്മുടെ മനസ്സിൽ കയറിയവരാണ് അല്ലേ? എന്നാൽ അവരുടെ ചില ഉം. ഫ്ലോപ്പ് ഉം. പടങ്ങളില്ലേ, ഫ്ലോപ്പ് പടങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അവര് ഹീറോ അല്ല വെറും സീറോ എന്ന് പറയാറുണ്ട്. അല്ലല്ലോ, അവർ അടുത്ത പടത്തിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് വരും. അതുപോലെ ഉള്ളൂ. പിന്നെ അതെ. നമുക്ക് പറയാൻ പറ്റും സീറോ എന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, അതായത് അവരുടെ ഒരു ഇതല്ല, അവരുടെ ഒരു ഭരണപരിഷ്കാരങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഒരു ബോൾഡ് എന്ന് എനിക്ക് ഉം. തോന്നിയിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധി ഉം. വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയില്ല അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം, അല്ലെ? ഉം. അതെ. എന്നിട്ട് എന്തായി? അവർ കുതിച്ചുയർന്ന് കയറി വന്നില്ലേ? അതിന്റെ എത്രയോ ഉം. പവർഫുൾ ആണ് മോദി എന്ന് പറയുന്ന കക്ഷി. കാരണം പക്ഷെ രാജീവ് പത്ത് ഗാന്ധി 15 കൊല്ലം. രാജീവ് ഗാന്ധി ബോംബ് ബ്ലാസ്റ്റ് മരിച്ച ശേഷവും ഇതിൽ പ്രധാനമായിട്ട് ഒരു പറയേണ്ട ഒരു കാര്യമാണ്, രാജീവ് ഗാന്ധി ബോംബ് ബ്ലാസ്റ്റ് മരിച്ച ശേഷവും രാജീവ് ഗാന്ധിക്ക് NDA ആ സഹതാപ തരംഗത്തിൽ പോലും കോൺഗ്രസിന് NDA ഇപ്പം നേടിയ 200 സംതിങ് സീറ്റ് നേടാൻ പറ്റില്ല. അതിന് കുറച്ചാണ് അപ്പൊ പോലും അവർ നേടിയിരിക്കുന്നത്. അപ്പോൾ അതന്നെ അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഡി തോറ്റിട്ടില്ല, അയാൾ ഹീറോ തന്നെയാണ്.
പിന്നെ അയാൾക്ക് ചില UP പോലുള്ളിടത്ത് കുറെ സീറ്റുകൾ കുറഞ്ഞത് എന്താണ് അത് സീറ്റുകൾ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചിട്ട് കേരളത്തിൽ ജയിക്കാവുന്ന സീറ്റുകൾ ഇല്ലായിരുന്നു. തിരുവനന്തപുരം ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്ന ജയിക്കില്ലായിരുന്നു. തിരുവനന്തപുരത്ത് എവിടെയാണ് ഉം, രാജീവ് ചന്ദ്രശേഖരന് വോട്ട് കുറഞ്ഞത്? തീരദേശ മേഖലയിൽ നിന്ന് ഉം, മാത്രമല്ല, തിരുവനന്തപുരം BJP കോട്ടയായ തിരുവനന്തപുരം സെൻട്രലിൽ അവർ വോട്ട് കുറഞ്ഞില്ല. അവർക്ക് പ്രതീക്ഷിച്ച ഉം. വോട്ട് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. വട്ടിയൂർക്കാവിൽ വോട്ട് അതെ. കുറഞ്ഞില്ല ചന്ദ്രശേഖരന്. അപ്പം ഉം. ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ. അപ്പം അത് ഞാനൊരു എന്തെങ്കിലും കാര്യം വേറെ ചോദിക്കട്ടെ വിഷയങ്ങൾ അണ്ണാ. കാണാമായിരിക്കും. ആ ഇത് ഈ നമ്മൾ സംസാരിച്ചത് അണ്ണൻ ഓർമ്മയുണ്ടോ? അതായത് നരേന്ദ്രമോദി ആദ്യത്തെ ടേമിൽ വന്നു, നരേന്ദ്രമോദി രണ്ടാമത്തെ ടേമിൽ വന്നു, മൂന്നാമത്തെ ടേമിലും നരേന്ദ്രമോദി വരും എന്നുള്ള ഒരു 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 എല്ലാവരുടെ മനസ്സിലും അത് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ സംസാരിച്ച ഓർമ്മയുണ്ടോ? ഈ മൂന്നാമത്തെ ടേമിൽ ഈ പുള്ളി വരുമ്പോൾ പലയിടത്തും പോളിംഗ് കുറഞ്ഞു തുടങ്ങി, ആർക്കും വോട്ട് ചെയ്യാൻ പോലും വയ്യ. മോദി വരും എന്തായിരുന്നാലും. അങ്ങനെ സംഭവിച്ചതല്ലോ ഇത്. പല ആൾക്കാരും അല്ല പറയുന്നത് അങ്ങനല്ല അല്ലല്ല സംഘീയമായിട്ടുള്ള പോലും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അല്ലല്ല പുള്ളിയോടുള്ള വെറുപ്പല്ല ഇതിനകത്ത്. ഇന്നലെ അവർ ഒരു പ്രാഥമിക ഒരു വിലയിരുത്തൽ വന്നായിരുന്നു. BJP സെൻട്രൽ നേതാക്കളുടെ, പാർട്ടിയുടെതല്ല, നേതാക്കളുടെ ഒരു ഉം, വിലയിരുത്തൽ വന്നത്. അപ്പൊ അതിൽ അവർ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഒന്ന്, ഈ ഉം, പാർട്ടിയിൽ മോദി വീണ്ടും വരുമെന്നൊരു ഉദാസീനത, അതായത് വന്നു. ഇപ്പം ഉം, ഉം, മോദി ഉം, ജയിക്കിനി ഇപ്പൊ ഞാൻ വലിയ പണി എടുക്കണ്ട എന്നൊരു രീതിയിലേക്ക് വന്നു. ഇത് ഉം, രണ്ടാമത്തെ കാര്യം, ഈ ഉം, BJP ഒരുപാട് ഈ പുറത്തു നിന്നുള്ള നേതാക്കളെ ഒരുപാട് BJP എത്തി. അവരെയൊക്കെ ഉം, ചിലരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയപ്പം സ്വാഭാവികമായി ആ സ്ഥലങ്ങളിലുള്ള BJP പ്രവർത്തകർക്ക് വലിയ നിരാശ വന്നു. ഇത് വോട്ടിംഗിൽ ഉം, പ്രതിഫലിച്ചു. ഉം, കാരണം അവർ ആർക്കും വോട്ട് ചെയ്തില്ല, ക്രോസ് വോട്ട് ഒന്നും അവർ ചെയ്തില്ല, വേറെ ആർക്കും വോട്ടും ചെയ്തില്ല, അവർ വോട്ട് ചെയ്യാൻ പോയില്ല. അതൊരു പ്രധാന ഘടകമാണ്. ഉം, പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ RSS നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവരെ അകറ്റി നിർത്തുമ്പോൾ അവരുടെ ഒരു മനസ്സിന്റെ ഒരു വിങ്ങൽ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അവരുടെ ഇല്ലെങ്കിൽ സ്വാഭാവികം അല്ലെ. ഇപ്പൊ ഞാനൊരു RSS അനുഭാവിയാണെന്നുണ്ടെങ്കിൽ എന്റെ സംഘടനാ ചുമതലയുള്ളവർ പറയുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതെ, ഒരാളില്ല അതെ, അതെ. എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ വേറൊരാൾക്ക് വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിലും ഞാൻ വീട്ടിലിരിക്കും, വോട്ട് ചെയ്യാതെ ചിലപ്പോൾ വീട്ടിലിരിക്കും, ആ പോട്ടെ എന്ന്. ഉം. അങ്ങനെ ഒരുപാടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അത് പാർട്ടിയുടെ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ അണ്ണാമല അവസാനമായിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇപ്പൊ തമിഴ്നാടിനെ കുറിച്ച് അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കട്ടെ. അതായത് അണ്ണാമലയിലോട്ടാണ് വരുന്നത് ഞാൻ. അണ്ണാമലയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? അല്ല ഇനി ഞാൻ നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കാരണം അവിടെ ഇപ്പം ഈ ഉം, ഏഹ്, പിന്നെ അമിത്ഷാ ഈ തെരഞ്ഞെടുപ്പ് റാലികളിലും മറ്റുമൊക്കെ അമിത്ഷായും മോദി അമിത്ഷാ ആണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തെരഞ്ഞെടുപ്പ് റാലികളിലും മറ്റും പറഞ്ഞൊരു കാര്യമുണ്ട്. അണ്ണാമല കേന്ദ്രമന്ത്രി ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാണ്. എന്തായാലും ബിജുചേട്ടാ, അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കേന്ദ്രം വളരെ വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. വളരെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അണ്ണാമല അവിടെ വോട്ടുകൾ ഒരു 20% എത്തിക്കുമെന്ന് പറഞ്ഞു. 18% എത്തിക്കാൻ സാധിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി അണ്ണാമലയുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയ്ക്ക് കസറാൻ സാധിക്കും എന്ന് കേന്ദ്രം കൃത്യമായി കണക്ക് കൂട്ടുന്നു. അപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കാം. വേറൊരു ചർച്ചയായിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.